ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ സെക്കൻഡ് പാർട്ട് 2 വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Btrl എക്സ്ചേഞ്ചിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പാർട്ട് 2 വീഡിയോ. ഓക്കെ, ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് അതിൽ KYC ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൽ KYC ചെയ്യാൻ വെറും 2 മിനിറ്റ് മാത്രം മതി, നിങ്ങൾ ചിലവാക്കിയാൽ മതി. 2 മിനിറ്റ് വേണ്ട, സെക്കൻഡ്സ് കൊണ്ട് അതിൻ്റെ KYC കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾ സൈനപ്പ് ചെയ്ത് നിങ്ങളുടെ വീണ്ടും എന്ത് ചെയ്യാൻ പറയും, ഒന്ന് ലോഗിൻ ചെയ്യാൻ പറയും. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ വരുന്ന ഒരു ഇൻ്റർഫേസാണ് ഇങ്ങനൊരു ഇൻ്റർഫേസ്. സോ ഗൈസ്, അപ്പം അവർ വീണ്ടും ലോഗിൻ ചെയ്യാൻ പറയും. അപ്പം നേരെ വരുന്നൊരു ഇൻ്റർഫേസാണ് ഇങ്ങനൊരു ഇൻ്റർഫേസ്. ഓക്കെ, ഈ ഇൻ്റർഫേസിൽ നിങ്ങൾ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഇവിടെ അടിച്ച മെയിൽ ഇവിടെ മുകളിൽ വരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മെയിൽ ID വരും, നിങ്ങളുടെ ഫുൾ നെയിം, നിങ്ങളുടെ ഫോൺ നമ്പർ ഏതാച്ചാൽ ആ ഫോൺ നമ്പർ ഇവിടെ വരും. അതിനുശേഷം നിങ്ങളുടെ DOB, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക. ഓക്കെ, ആദ്യം ഫസ്റ്റ് നിങ്ങളുടെ ഡേ ഏതാച്ചാൽ അത് ആദ്യം കൊടുക്കുക. അതിനുശേഷം ഏതാ മാസം എന്നുള്ളത് അത് പിന്നെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇയർ, ഓക്കെ, അപ്പോൾ 2000 കൊടുക്കുക. ആ ഇയർ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക, ഇന്ത്യ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ്? ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലാണ്, അപ്പോൾ കേരള സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ്? അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം, മലപ്പുറം ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ അതിൽ അപ്ലോഡായി എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഡാറ്റാസ് ഓൾറെഡി എന്ത് ചെയ്തു, അതിൽ എൻ്റേഡ് ആയി കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നിങ്ങളുടെ ഇവിടെ കണ്ടോ, ഒരു ടോപ്പിൽ നിങ്ങളുടെ മെനു ബാർ കണ്ടോ, അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പേഴ്സണൽ ഇൻഫോർമേഷൻ, സെക്കൻഡ് ബാങ്ക് ഡീറ്റെയിൽസ്. ആ രണ്ടാമത്തെ ബാങ്ക് ഡീറ്റെയിൽസിലാണ് നമ്മുടെ KYCയുടെ ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നേരെ വരുന്നത് ഇങ്ങനൊരു ഇൻ്റർഫേസിലായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇപ്പോൾ പെൻഡിങ്ങിലാണ്. കണ്ടോ, ഇവിടെ പെൻഡിങ് എന്നുള്ളതാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അപ്രൂവഡ് ആക്കണം. ഓക്കെ, ഇപ്പോൾ പെൻഡിങ്ങിലാണ്, അത് അപ്രൂവഡ് ആക്കണം. അത് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. ഏത് ബാങ്ക് അക്കൗണ്ടാണോ നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത്, ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഏത് അക്കൗണ്ടാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അക്കൗണ്ട് നമ്പറാണ് അതിൽ കൊടുക്കുന്നത്, ആ അക്കൗണ്ട് നമ്പറിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, INR ഡെപ്പോസിറ്റ് ചെയ്യാൻ INR ഡെപ്പോസിറ്റ് ചെയ്യാൻ നിങ്ങൾ ഏത് ബാങ്ക് അക്കൗണ്ടാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എൻ്റെ ബാങ്ക് നെയിം എന്താ വെച്ചാൽ ഞാൻ കൊടുക്കുക, ഫെഡറൽ ബാങ്കാണ്, ഫെഡറൽ ബാങ്ക് എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഏതാച്ചാൽ അത് കൊടുക്കുക, അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ അക്കൗണ്ട് നമ്പർ സെയിം ഇവിടെ തന്നെ അതും സെയിം അതന്നെ, ആ അക്കൗണ്ട് നമ്പർ ജസ്റ്റ് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ആ അക്കൗണ്ട് നമ്പർ വീണ്ടും അടിക്കുക. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ ഏതാണോ അക്കൗണ്ട്, ആ അക്കൗണ്ടിൻ്റെ IFSC കോഡ് നിങ്ങളവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ KYCയുടെ കുറച്ച് കാര്യങ്ങളാണ് പിന്നെ വരുന്നത്. KYC ചെയ്യാൻ നിങ്ങൾക്ക് 4 ഫോട്ടോസ് അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പം തന്നെ നിങ്ങൾ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് ഫോണിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്താൽ മതി, അപ്ലോഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വേണ്ടത് പാസ്ബുക്ക്, നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചെക്കിൻ്റെ ഒരു ഫോട്ടോ, അതിൻ്റെ ജസ്റ്റ് ഒരു ഫ്രണ്ട് പേജ് എടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഫ്രണ്ട് പിക്ക്. ഓക്കെ, അതിനുശേഷം മൂന്നാമത്തത് ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് പിക്ക്. ഓക്കെ, നാലാമത്തത് ആധാർ കാർഡിൻ്റെ ബാക്ക് പേജ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പാസ്ബുക്കിൻ്റെ ഒരു ഫോട്ടോ, അതുപോലെ തന്നെ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ, അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട്, ആധാർ കാർഡിൻ്റെ ബാക്ക്. ഓക്കെ, ഈ ചെക്ക് ബുക്കിൻ്റെ ബാക്ക് സൈഡ് ഒന്നും വേണ്ട, ചെക്ക് ബുക്കിൻ്റെ അല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് മതി. അതുപോലെ തന്നെ പാൻ കാർഡിൻ്റെ ഫ്രണ്ട്. ഓക്കെ, അതിനുശേഷം തൊട്ട് താഴെ ഇവിടെ കാണാം പാൻ കാർഡിൻ്റെ നമ്പർ നിങ്ങളുടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഏകദേശം സെക്കൻഡ്സുകളുള്ളിൽ എന്ത് ചെയ്യും, ആ KYC അപ്രൂവ്ഡ് ആവും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഒരു പാസ്ബുക്ക് ചില കയ്യിലൊന്നും പാസ്ബുക്ക് ഉണ്ടാവില്ല, പക്ഷേ ചെക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചെക്കിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വരുന്നത് നിങ്ങളുടെ ഗാലറിയിലോട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾറെഡി ഈ 4 ഡോക്യുമെൻറ്റ്സ് ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, 1 by 1 ആയിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്താൽ മതി.
ഓക്കെ, അപ്പോൾ നമ്മുടെ KYC വെരിഫിക്കേഷനും കഴിഞ്ഞു. ഓക്കെ.